പൊന്നന്തിന തനി തഞ്ചാവൂര് പെട്ടന്തിന തങ്കം തെളിയണ തൊട്ടു തിളങ്ങണ ചന്തം നിനക്കാടേ കണ്ടു കൊതിച്ചവ ചെണ്ടു കൊണ്ടെങ്ങും പണ്ടു പണ്ടേ പാറക്കാടേ. എന്നിട്ട് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ഇപ്പോൾ എന്റെ കൂടെ വരുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച്. നമസ്കാരം. ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിവാഹ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടിക്ക് 18 വയസ്സ് മാത്രമാണ് ഉള്ളത്. ആൺകുട്ടിയും ചെറുപ്പക്കാരൻ തന്നെയാണ്. അധികം പ്രായമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് ITI പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെയൊരു വിവാഹം. ഇരുവർക്കും പക്വതയായിട്ടില്ല എന്ന് ചുരുക്കം. എന്നിട്ട് ഇവരുടെ വിവാഹത്തെ പൊക്കി പിടിച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും മുന്നോട്ട് വന്നിരിക്കുന്നത്. പല ഓൺലൈൻ മാധ്യമങ്ങളും ഇവരെ ഇൻ്റർവ്യൂ എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇവരെന്തു മാതൃകയാണ് സമൂഹത്തിന് നൽകുന്നത്? പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, വെക്കേഷൻ സമയത്ത് തൻ്റെ മാതാവിൻ്റെ വീട്ടിലേക്ക് പോയതാണ് പെൺകുട്ടി. അവിടെ നിന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോരുന്നത്. ഏതായാലും ഇവരുടെ ഒരു ഇൻ്റർവ്യൂവിലെ ചില ഭാഗങ്ങളുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഏത് ക്ലാസ്സിലാ? പ്ലസ് 1 കഴിഞ്ഞതേ ഉള്ളൂ. പ്ലസ് 1 കഴിഞ്ഞുള്ളൂ. എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ടപ്പോ? ഇതില് മുടിയൊക്കെ ഒരു കണ്ണാപ്പി സ്റ്റൈൽ. പിന്നെ വിഷുവിനായിരുന്നു കല്യാണം. വിഷുവിനൊന്ന് വീട്ടുകാരെല്ലാം കൂടെ സെറ്റായി നേരെ അമ്പലത്തിൽ പോയി ഒരു താലി കെട്ടി. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിൻ്റെ അകത്ത് കൂടുതൽ കമന്റ്സ് വരുന്നത് സ്കൂളിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നാണ് കല്യാണം കഴിക്കാന്ന് പറയുന്നത്. അല്ല, കാരണം വെക്കേഷനില് അതെ. ഒരു ഭാഗത്ത് ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്ന കുട്ടിയാണോ, അപ്പം എങ്ങനെയാണ് പഠിക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ +1 എന്നൊരു മറുപടി നൽകുന്നുണ്ട്. +1 പഠിക്കുന്നത് എന്ന് നൽകുന്നു. തിരിച്ച് അദ്ദേഹം മറ്റൊരു ചോദ്യം പറയുന്നുണ്ട്, നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നതാണോ എന്നുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. എന്താണ് അതിന് അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇരുവരും പറയുന്നുണ്ട് അല്ല എന്ന്. എന്നിട്ട് പറയുന്നത് സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് പിടിച്ചിറക്കിയതാണ്. സത്യത്തിൽ ഇവിടെ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ചിറക്കിയതാണ്. സ്കൂൾ വെക്കേഷനോ സ്കൂളിൽ പോകുന്നതോ ഒന്നും അവിടെ ഒരു വിഷയമല്ല എന്നുള്ളതാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് വിളിച്ചിറക്കി കൊണ്ടുവന്ന് വിവാഹം കഴിച്ചിരിക്കുന്നത്. 18 വയസ്സ് പൂർത്തി അവൻ കാത്തിരിക്കുകയായിരുന്നു ഇരുവരും എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനിലെത്തി കേസാവുകയും ഫാമിലിയുടെ മുന്നിൽ വെച്ച് പെൺകുട്ടി പറയുകയാണ്, ഞാൻ ഇയാളുടെ കൂടെ, ഈ ഏട്ടായിയുടെ കൂടെയാണ് പോകുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ആ കുട്ടി തിരിച്ച് ഏട്ടായിയുടെ കൂടെ പോവുകയാണ്. പിന്നീട് വിഷുവിൻ്റെ അന്ന് ഇവരുടെ വിവാഹം ഏട്ടായിയുടെ കുടുംബക്കാർ നടത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർ പക്വതയില്ലാത്ത കുട്ടികളാണ്. ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ ഇവർക്ക് സപ്പോർട്ട് എന്ന വ്യാജേന നടക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് ഈ കുട്ടി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, ഒരു രസകരമായിട്ടാണ് തോന്നിയത്, എനിക്ക് തമാശയായിട്ടാണ് ആ ഒരു ഇൻ്റർവ്യൂയുടെ ചോദ്യത്തിന് ഈ ഒരു കുട്ടി നൽകിയ ഒരു ഉത്തരം. നമുക്കതൊന്ന് കേട്ടു നോക്കാം കേട്ടോ. പഠിച്ചോണ്ടിരുന്ന എന്താണ് പൂജയുടെ ഒരു ആഗ്രഹമൊക്കെ? എന്താ അംബിഷൻ? എനിക്ക് ഡോക്ടർ ആവണമെന്നൊക്കെ ഉണ്ട്. പഠിക്കണം. അമല് പഠിപ്പിക്കോ? ഞാൻ പഠിപ്പിക്കാം. ആ ഒരു ഡിമാൻഡിലേക്ക് ഇറങ്ങി വന്നപ്പോ യൂണിഫോം മാത്രമേ കൊണ്ടുവന്നുള്ളൂ, വേറെ ഒന്നും എടുത്തില്ല. പിന്നെ എല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടാണ് ഞങ്ങൾ. ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് മോളുടെ ആംബിഷൻ എന്താണ്, മോളുടെ ആഗ്രഹം എന്താണ് എന്ന്. അപ്പോൾ പെൺകുട്ടി ഒന്നും കൂടി ആംബിഷൻ എന്ന് ചോദിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് അതിന് ഉത്തരം. ഒരു സ്ട്രോങ് ആയ മറുപടി പോലും അതിന് പറയാൻ അറിയില്ല എന്നതാണ്. സത്യത്തിൽ പഠിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു കുട്ടി ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കില്ല. അതിൻ്റെ കുടുംബത്തിൽ നിന്നാൽ അത്രത്തോളം സേഫായിട്ട് പഠിക്കാൻ മറ്റൊരു എവിടെയും കിട്ടില്ല. നമ്മളിപ്പോൾ എപ്പോൾ നോക്കുകയാണെങ്കിലും, എത്ര ആളുകളെ നോക്കുകയാണെങ്കിലും വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള പഠനം എന്താകും എന്നുള്ളത് ആർക്കും ചിന്തിക്കാം. വിവാഹം കഴിഞ്ഞതിന് ശേഷം എത്ര പേര് പഠിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് സ്വന്തം വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടാണ് ഓരോ പെൺകുട്ടികൾ പഠിക്കുന്നത്, പഠനം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇത് ഇപ്പോഴൊന്നും മനസ്സിലാവില്ല. തീർച്ചയായിട്ടും മനസ്സിലാവുന്നൊരു കാലം വരും, അപ്പോഴേക്കും സമയമെല്ലാം വൈകിയിരിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയുള്ള കുട്ടികളെങ്കിലും ഇത് മാതൃകയാക്കാതെ ഇരിക്കുക. ഇങ്ങനെയുള്ളതിനെ മാതൃകയാക്കാനാണ് ഇത്തരക്കാരെന്ത് ചെയ്യുന്നത്, ഇവരെ ഇൻ്റർവ്യൂ വിളിച്ച് വളരെ പബ്ലിസിറ്റി കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ പൂജയുടെ മറ്റൊരു മറുപടി ഉണ്ട്, അതും കൂടി നമുക്ക് കേട്ടു നോക്കാം കേട്ടോ. വീട്ടിൽ നിന്ന് സീനൊന്നും ഇല്ലായിരുന്നു. അവർക്കറിയാലോ, ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, ഇനി കേൾക്കത്തില്ലെന്നും അറിയാം. പിന്നെ അവരെന്താ പറയുന്നത്, പിന്നെ ഏജ് ആയി, പിന്നെ ഇനി എന്നെ വിളിച്ചാലും ഞാൻ വരത്തില്ലെന്ന് അവർക്ക് 100% ഉറപ്പായിരുന്നു. പിന്നെ അവരൊന്നും പറഞ്ഞില്ല. അമ്മ പറഞ്ഞു അവളുടെ ഇഷ്ടം എന്താണോ അവൾ പോയിക്കോട്ടെ. നേരെ പോന്നു.
അന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടന്നു? അല്ലല്ല, ഇല്ലില്ല. പിന്നെ വിഷുവിനായിരുന്നു കല്യാണം. വിഷുവിനായിരുന്നു കല്യാണം. വിഷുവിന്റെ ഒന്ന് വീട്ടുകാരെല്ലാം കൂടെ സെറ്റ് ആക്കി നേരെ അമ്പലത്തിൽ പോയി ഒരു താലി കെട്ടി. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന്റെ അകത്ത് കൂടുതൽ കമന്റ്സ് വരുന്നത് സ്കൂളിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നാണ് കല്യാണം കഴിച്ചെന്ന് പറയുന്നത്. അല്ല, കാരണം വെക്കേഷനില് അത് എന്റെ ലുക്ക് കണ്ടിട്ടാണ് ഇങ്ങനെ കമന്റ്സ് വരുന്നത്. കാരണം പൂജനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടിയായിട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ കമന്റ് വരുന്നത്. പക്ഷെ ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ എടുക്കേണ്ടി വന്നു. അല്ലാതെ ഞങ്ങൾക്കിപ്പം എല്ലാരും പറയുന്ന പോലെ മുട്ടി നിൽക്കല്ലായിരുന്നു കല്യാണം കഴിക്കാൻ. ഞാൻ ഇനിയും പിടിച്ചു നിൽക്കാൻ ഞങ്ങള് മാക്സിമം നോക്കും. പിടിച്ചിരിക്കാം, പക്ഷെ പറയുന്ന പോലെ അല്ലല്ലോ നമ്മള് ഫ്യൂച്ചർ എന്താന്ന് പറയാൻ പറ്റത്തില്ല. ഇനി എന്തായാലും എന്ത് നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ കിട്ടിയ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സ്ട്രെസ്സുകൾ ഉണ്ടായോ എന്നുള്ള ഇന്റർവ്യൂവറുടെ ചോദ്യത്തിന് പെൺകുട്ടി നൽകുന്ന മറുപടിയുണ്ട്. വീട്ടുകാർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. വീട്ടുകാർക്ക് അറിയാവുന്നതാണ് ഞാൻ ഇവൻ്റെ കൂടെ പോകൂ എന്നുള്ള കാര്യം അവർക്ക് അറിയാവുന്നതാണ് എന്നാണ്. വളരെ ലാഘവത്തോടെയാണ് ആ പെൺകുട്ടി പറയുന്നത്. മാത്രമല്ല, അമ്മ പറയുകയുണ്ടായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവൾക്ക് ഇഷ്ടമുള്ള പോലെ അവൾ പോട്ടെ എന്ന് ആ അമ്മ പറയുകയുണ്ടായി എന്ന്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ എത്രമാത്രം നിവൃത്തി കിട്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവുക. അവരെത്രമാത്രം ഈ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്നാൽ അതൊന്നും കേൾക്കാതെ ഈ കാണുന്ന ഒരു മഞ്ഞ കണ്ട് അങ്ങോട്ട് പോവുകയാണ് ഈ പെൺകുട്ടി. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വില അവർ മനസ്സിലാക്കും. ആ അമ്മ അനുഭവിച്ച വേദന ഈ പെൺകുട്ടിയും തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നൊരു കാലം വരും. ഇപ്പോൾ അവർ സത്യമായിട്ടും ഇവരുടെ പക്വതയില്ലാത്തൊരു പ്രായത്തിൽ ഇവരെടുത്ത ഈ ഒരു വലിയ തെറ്റ് അവരുടെ ജീവിതത്തിൽ വലിയൊരു ആഘാതം ഉണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏത് കുടുംബമാണ് ഒരു +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് പറയുകയാണ് എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ തയ്യാറാവുന്നത്? ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേഷന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഈ ഒരു യുഗത്തിൽ ആരാണ് സമ്മതിക്കുക? ആരും സമ്മതിക്കില്ല. തൻ്റെ മക്കൾക്ക് മാക്സിമം എഡ്യൂക്കേഷൻ നൽകാനാണ് മാതാപിതാക്കൾ ശ്രമിക്കുക. എന്നാൽ ഇങ്ങനെയുള്ള എടുത്തുചാട്ടം നടത്തുമ്പോൾ ആ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള തെറ്റുകൾ കുട്ടികൾ ചെയ്യുമ്പോൾ അത്തരം തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ മീഡിയകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് വേദനാജനകമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് അവൾ അവളുടെ വീട്ടിൽ നിന്ന് യൂണിഫോം എടുത്തിട്ടാണ് വന്നത് എന്നുള്ളത്. വളരെ ലാഘവത്തോട്. ഏത് പെൺകുട്ടികളാണ് വിവാഹം കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് പഠിക്കുന്നത്? ഒരുപാട് പഠിച്ചതിട്ടും വീണ്ടും പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളവരെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് പെൺകുട്ടികൾ പഠിക്കുന്നത്? സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടാണ് പല പെൺകുട്ടികളും അവരുടെ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കുന്നത് എന്നുള്ളതാണ് വിവാഹം കഴിഞ്ഞിട്ടും. അതിന് മുന്നോടിയായിട്ട് തന്നെ വിവാഹം കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ ഗർഭിണിയാവും. പിന്നെ ആ കുഞ്ഞിനെ നോക്കണം, ആ വീട്ടുകാരെ നോക്കണം. ഇതെല്ലാം കൂടി ആകുമ്പോൾ ആ കുട്ടി എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കും? ഇതെല്ലാം കണക്കിലെടുത്തിട്ടായിരിക്കും അതിൻ്റെ വീട്ടുകാരൊരു പക്ഷേ അതിനെ എതിർത്തിട്ടുണ്ടാവുക. എന്നാൽ ആ എതിർപ്പിനെ ഈ കുട്ടി ഒരു വാശിയാക്കി കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ അനുഭവിക്കേണ്ടത് ഈ ഒരു പൂജ എന്ന് പറയുന്ന പെൺകുട്ടി മാത്രമായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ആ പെൺകുട്ടിക്ക് അതെല്ലാം ക്ഷമിക്കാനും തൻ്റെ ആംബിഷൻസ് നേടിയെടുക്കാനുമുള്ള ഒരു കരുത്ത് അതിന് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെല്ലാം കേട്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ വീട്ടിലും ഇതുപോലെയുള്ള മക്കളുണ്ടാവും, കൗമാരപ്രായക്കാരായ മക്കൾ. അവരിത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളും ഉലയും. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിക്കൂ. ഇവിടെ ഈ ചെറുക്കൻ്റെ മാതാപിതാക്കൾ ഇതിന് സപ്പോർട്ടാണെന്നാണ് പറയുന്നത്. അതാണ് ആശ്ചര്യപ്പെടുത്തുന്നത്. അവരെന്തുകൊണ്ട് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. നിങ്ങൾ പഠിച്ച് ഇനിയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആഗ്രഹം, പഠിച്ച് വലുതായിട്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചിന്തകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിവാഹം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടവർ അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ്. എന്നിട്ട് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എള്ളോളം തരി പൊന്നന്തിന എന്നുള്ള പാട്ടും. എന്തായാലും ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടുമാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. താങ്ക് യു.